ഇന്നലെ RCBക്കെതിരെ നടന്ന മത്സരത്തിൽ 9ാം നമ്പറിലായിരുന്നു MS ധോണി ബാറ്റിംഗിനിറങ്ങിയത്. ടീമാകട്ടെ 50 റൺസിന് പരാജയപ്പെടുകയും ചെയ്തു. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന CSKക്ക് പതിവായി തന്നെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. 13ാം ഓവറിൽ ശിവം ഡൂബെ പുറത്തായി. ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ മധ്യനിരയിൽ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ചേർന്നത് അശ്വിനായിരുന്നു. പിന്നീട് 16ാം ഓവറിലാണ് MS ധോണി കളത്തിലേക്ക് വരുന്നത്. അപ്പോഴേക്കും CSKയുടെ കയ്യിൽ നിന്നും മത്സരം ഏറെക്കുറെ നഷ്ടപ്പെട്ടിരുന്നു. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ 16 പന്തിൽ നിന്നും 30 റൺസുമായി പുറത്താകാതെ നിന്നു. പക്ഷേ അത് ടീമിനൊരു മാറ്റവും വരുത്തിയില്ല. ധോണി ഇത്രയും വൈകി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയതിൽ ആരാധകർ അത്രക്ക് നല്ല സന്തുഷ്ടരല്ല. അവർ അവരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുകയാണ്. MS ധോണി 9ാം സ്ഥാനത്ത് ബാറ്റ് ചെയ്തതല്ല CSK തോൽക്കാനുണ്ടായ കാരണം. MS ധോണി 7ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 8ാം സ്ഥാനത്തോ ഇനി 9ാം സ്ഥാനത്തോ ബാറ്റ് ചെയ്തിരുന്നുവെങ്കിലും ഫലത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആദ്യം CSK കളത്തിൽ മന്ദഗതിയിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് പവർ പ്ലേയിലൂടെ കടന്നുപോയി. നിർണായകമായ ആദ്യ വിക്കറ്റുകൾ പവർ പ്ലേക്ക് മുമ്പ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും അവർ തോൽവി തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ലിവിങ്സ്റ്റൺ എറിഞ്ഞ അവസാന ഓവറിൽ ധോണിയുടെ ബാറ്റിൽ നിന്നും 2 സിക്സും ഒരു 4ഉം അവസാന ഓവറിൽ അദ്ദേഹം 16 റൺസ് നേടി. ഇത് ചില ആരാധകർ പറയുന്നത് ധോണിക്ക് നേരത്തെ ഇറങ്ങി ടീമിനെ ജയിപ്പിക്കാമായിരുന്നു എന്നാണ്. എല്ലാം അവസാനിച്ചിട്ട് റൺസ് എടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നും അവർ വിമർശിക്കുന്നു. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസിന് പുറത്തായി. 2008 ശേഷം ചെപ്പോക്കിൽ RCBയോട് ആദ്യത്തെ തോൽവിയാണ് ഇപ്പോൾ ചെന്നൈ നേരിട്ടത്. ഓപ്പണർ സച്ചിൻ രവീന്ദ്ര 41 റൺസ് നേടി CSKയുടെ ടോപ്പ് സ്കോററായി. മുൻ ക്യാപ്റ്റൻ MS ധോണി 16 പന്തിൽ നിന്നും 30 റൺസുമായി പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. ജോസ് ഹസൽവുഡ് 3 വിക്കറ്റ് വീഴ്ത്തി. 21 റൺസ് മാത്രമാണ് താരം വിട്ടുകൊടുത്തത്. യാസ് ടയാൽ 18 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റും ലിവിങ്സ്റ്റൺ 28 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുമാണ് RCBക്ക് വേണ്ടി നേടിയത്. നേരത്തെ ചെപ്പോക്കിൽ ബാറ്റ് ചെയ്ത RCB 7 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസാണ് നേടിയത്. ക്യാപ്റ്റൻ രജത് പാട്ടിദാർ 32 പന്തിൽ നിന്നും 51 റൺസ് നേടി. ഓപ്പണർമാരായ ഫിൽ സാൾട്ട് 16 പന്തിൽ 32 റൺസും വിരാട് കോഹ്ലി 30 പന്തിൽ 31 റൺസും ടിം ഡേവിഡ് 8 പന്തിൽ 22 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഇവരാണ് RCBക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്. ഈ ചെന്നൈക്ക് വേണ്ടി നൂർ അഹമ്മദ് 36 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടി. മികച്ച ബൗളറായി അദ്ദേഹം മാറുകയും ചെയ്തു. പതിരാന 2 വിക്കറ്റ് എടുത്തത് 36 റൺസ് വിട്ടുകൊടുത്താണ്. രവിചന്ദ്രൻ അശ്വിനാകട്ടെ 22 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. പേസർ ഖലീൽ അഹമ്മദ് 28 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും വീഴ്ത്തി. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.